അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഒറ്റ കാര്യമുള്ളൂ. പൂരം കലക്കിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരന്വേഷണവും ഞങ്ങൾ അംഗീകരിക്കില്ല. ഇപ്പോൾ ADGP RSS നേതാക്കളെ കണ്ടതിനെക്കുറിച്ച് ഇപ്പോൾ DGPയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. DGPക്ക് അതിൽ ഫ്രീ ഹാൻഡ് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ല. ഏതായാലും ആ കാര്യത്തിൽ റിപ്പോർട്ട് വരുന്നവരെ ഞങ്ങൾ കാത്തിരിക്കാം. പക്ഷേ പൂരം കലക്കിയ സംഭവത്തിൽ ഒരു കാരണവശാലും മറ്റൊരു നടപടിയും ഞങ്ങൾ അംഗീകരിക്കില്ല. ജുഡീഷ്യൽ എൻക്വയറി നടത്തിയേ തീരും. അക്കാര്യത്തിൽ UDFന് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. ഇത് തുടരന്വേഷണം ഒരു പ്രഹസനമാണ്. കാരണം ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ഇംഗീതം അനുസരിച്ച് നടന്ന കാര്യങ്ങളാണ്. അത് പുറത്തു വരണമെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം കൊണ്ടേ കഴിയൂ. കാരണം തെളിവ് കൊടുക്കാനൊക്കെ ഒരു വിളിപ്പിക്കണമെങ്കിൽ അത് ജുഡീഷ്യൽ അന്വേഷണത്തിന് മാത്രമേ കഴിയൂ. അല്ലാതെ ഇത് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഇഷ്ടം നോക്കിയിട്ട് റിപ്പോർട്ട് കൊടുക്കും. ഒരു ADGPയും DGP ആയിട്ട് മാനസിക അകൽച്ചയുണ്ട്. അതുകൊണ്ട് തന്നെ ADGPയുടെ കാര്യത്തിൽ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് DGP എടുക്കുമോ എന്നുള്ള ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അത് നടക്കട്ടെ. പക്ഷേ പൂരത്തിൻ്റെ കാര്യത്തിൽ മറ്റൊരു കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറില്ല. അല്ല, അത് DGP എന്നെ ചുമതലപ്പെടുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് DGPയുടെ റിപ്പോർട്ട് വരട്ടെ, അത് നമുക്ക് നോക്കാം. കണ്ട് മൊഴിയെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അല്ല, ഏതായാലും വരട്ടെ. ആ കാര്യത്തിൽ DGPയുടെ റിപ്പോർട്ട് വരട്ടെ. പക്ഷേ പൂരം കലക്കിയതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. അത് ജുഡീഷ്യൽ എൻക്വയറി നടത്തിയാൽ മതിയാവും.